ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് +1കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. സയൻസ് എടുക്കുന്ന വിദ്യാർത്ഥികളുടെ മനസ്സിലുണ്ടാകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇതിനുള്ള ഉത്തരം തരിക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ PCMB എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആകും. അല്ലെങ്കിൽ PCMന്റെ കൂടെ കമ്പ്യൂട്ടർ സയൻസ് കോമ്പിനേഷൻ ആയിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിക്ക് എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആകും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സയൻസ് ടഫാണോ എന്നുള്ള കാര്യമാണ്. ഒരു കാര്യം നമുക്ക് എപ്പോഴാണ് ടഫാകുന്നത്? മെജോറിറ്റി കേസസിലും നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം ആ ഒരു കാര്യം നമുക്ക് ടഫായിട്ട് മാറുന്നത്. അതുതന്നെയാണ് ഈ സയൻസിൻ്റെ അല്ലെങ്കിൽ സയൻസ് സ്ട്രീമിൻ്റെ കാര്യത്തിലും വരുന്നത്. നമ്മൾ നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷുവറായിട്ടും നമുക്ക് +1 സയൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ +2 സയൻസ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാം. അതും ഫുൾ മാർക്കും ഫുൾ A+ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു നല്ല സ്കോർ നിങ്ങൾക്ക് അറ്റൈൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ആദ്യം മുതലേ കൃത്യമായ രീതിയിൽ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചു പോകുന്നൊരു കുട്ടിക്ക് എന്തായാലും നല്ല രീതിയിൽ പഠിക്കാനും നല്ല രീതിയിൽ കുറേ വട്ടം റിവിഷൻ ചെയ്യാനുള്ള സമയം ബോർഡ് എക്സാമിന് മുന്നേ ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് +1 +2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് NCERT ഫോളോ ചെയ്യണോ? ബേസിക്കലി NCERT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 +2 നമ്മൾ PCMBക്ക് ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് മാത്സിനെ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക്. NCERT ഫോളോ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും വേണം. നിങ്ങളൊരു 90 to 95% അല്ലെങ്കിൽ 98% ഒക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് NCERT ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം നമ്മുടെ ബോർഡ് എക്സാമിൻ്റെ എക്സാം പാറ്റേൺ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി മുതൽ അങ്ങോട്ട് വരാനായിട്ട് സാധ്യതയുള്ളത്. NCERT ഓറിയൻറ്റഡ് ആയിട്ടുള്ള പല ടോപ്പിക്സിൽ നിന്നുമായിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. ഒരു പക്ഷേ നമ്മൾ വിട്ടുകളയുന്ന പല ഡയഗ്രാംസിൽ നിന്നും എക്സ്ട്രാ ടോപ്പിക്സിൽ നിന്നുമായിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ സ്കോഴ്സിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ +1 +2 NCERT ഫോളോ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഹൗ ടു സ്റ്റഡി, എങ്ങനെയാണ് പഠിക്കേണ്ടത്? കൃത്യമായ രീതിയിൽ ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, മോഡൽ എക്സാം, ഈ 3 എക്സാംസിനെ സ്റ്റഡി പ്ലാൻ വെച്ചുകൊണ്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. നല്ല രീതിയിൽ 2-3 തവണ റിവിഷൻ നടത്താനും പറ്റും. അത് നിങ്ങളെ ബോർഡ് എക്സാമിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ സ്ട്രക്ചേർഡ് ആയിട്ട് സ്റ്റഡി പ്ലാൻ വെച്ചുകൊണ്ട് പഠിച്ചു പോവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോർഡ് എക്സാമിന് എല്ലാ NCERT ക്വസ്റ്റ്യൻസും നമ്മൾ എഴുതി പഠിക്കേണ്ട ആവശ്യമില്ല. അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിലുണ്ടായിരിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും NCERT എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാം. NCERTയിൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും, അതേപോലെ എക്സസൈസ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. ഇതെല്ലാം ആൻസർ ചെയ്യുക എന്ന് പറയുന്നത് ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇമ്പോസിബിൾ ആണ്, അല്ലെങ്കിൽ ഹെക്ടിക് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡ് എക്സാമിൽ സെലക്റ്റീവായിട്ട് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഷോർട്ട് നോട്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുള്ള മെയിൻ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം ഒരു ലെക്ചർ വാച്ച് ചെയ്യാം. എജുപോഡ്, സൈലം, ഇങ്ങനെ നിരവധി പ്ലാറ്റ്ഫോംസ് യൂട്യൂബിൽ ഫ്രീ ലൈവ് ക്ലാസ്സസ് തരുന്നുണ്ട്. ഇവരുടെയൊക്കെ ക്ലാസ് വാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ആദ്യം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാം. അതിനുശേഷം നിങ്ങളത് പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന നോട്ട്സ് ഷോർട്ടായിട്ട് തന്നെ ഒരു മൈൻഡ് മാപ്പ് പോലെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന നെമോണിക്സ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ട്രിക്സ് യൂസ് ചെയ്തിട്ടോ നിങ്ങൾക്ക് തയ്യാറാക്കാം. ഇങ്ങനെ നിങ്ങൾ സ്വയം ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഓൺ നോട്ട്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അഥവാ നിങ്ങൾ സ്വയം പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മൾ സ്വയം പ്രിപ്പയർ ചെയ്യുന്ന നോട്ടിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ കുറേ ടോപ്പിക്സിനെ വളരെ ചുരുക്കിയിട്ട് എന്നാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലായിരിക്കും നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഏതൊരു സമയം അതെടുത്ത് വായിക്കുന്ന സമയത്ത് കൃത്യമായി റിവൈസ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് എന്തായാലും അപ്പോൾ തന്നെ ഓർമ്മ വരും എന്താണ് അതിൽ എഴുതിയിട്ടുള്ള കാര്യം എന്നുള്ളത്. അത് കുറേ കാലത്തിന് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എക്സാമിന് ക്ലിയർ ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് അതിനുള്ള ഉത്തരം കൊടുക്കാനായിട്ട് സാധിക്കും. അടുത്തതാണ് PYQ ഫോളോ ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ബോർഡ് ബേസ്ഡ് ആയിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നായിരിക്കും 60 to 70% ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങളുടെ എക്സാമിന് വരിക. PYQ പഠിക്കുക, അത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഒരു 20 to 30% എന്നൊക്കെ പറയുന്ന ഒരു മാക്സിമം ലെവലാണ്. 20% ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് പുതിയ ടോപ്പിക്സിൽ നിന്ന് അല്ലെങ്കിൽ NCERT ഓറിയൻറ്റഡ് ആയിട്ട് വരാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതാണ് ഓഫ്ലൈൻ ഓർ ഓൺലൈൻ കോച്ചിങ്, ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്?
ഇത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. അത് നിങ്ങൾ സ്വയം തീരുമാനിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. ഹൗ മെനി സബ്ജക്ട്സ്, അതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. നമുക്ക് ടോട്ടലായിട്ട് വരുന്നത് 6 സബ്ജക്റ്റാണ്. ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓപ്ഷനാണ്. ഇതിലേതെങ്കിലും ഒന്നാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആൻഡ് അതിനോടൊപ്പം തന്നെ 2 ലാംഗ്വേജസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇംഗ്ലീഷ് ആൻഡ് ഏതാണോ നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ചൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എടുക്കാം. ഹിന്ദി, മലയാളം, അറബിക്, ഉറുദു, ഇങ്ങനെ നിരവധി ലാംഗ്വേജസ് അവൈലബിൾ ആണ്. ആൻഡ് ടോട്ടൽ എത്ര മാർക്കിനാണ് നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്യുക? +1 കേസ് എടുക്കുകയാണെങ്കിൽ 520 മാർക്കിനായിരിക്കും നിങ്ങളുടെ എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അതേപോലെ തന്നെ +2 കേസ് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ 680 മാർക്സിനായിരിക്കും നിങ്ങളുടെ എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ റെക്കോർഡ് ഉണ്ടായിരിക്കും, ലാബ് ഉണ്ടായിരിക്കും. ഇതിൻ്റെയൊക്കെ മാർക്ക് കൂട്ടിയിട്ടാണ് 680 മാർക്കിനായിരിക്കും നിങ്ങളുടെ എക്സാം ഉണ്ടായിരിക്കുക. ടോട്ടൽ 1200 മാർക്കിനായിരിക്കും നിങ്ങൾ +1, +2 എക്സാംസ് എഴുതാൻ പോകുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എത്രത്തോളം വാസ്റ്റ് ആണ് നമ്മുടെ സിലബസ്? NCERT സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പഠിക്കാനായിട്ടുള്ള സിലബസ് ആണ്. മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NCERT ആണ് നീറ്റ്, JEE പോലുള്ള എൻട്രൻസ് എക്സാമിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള സ്റ്റാൻഡേർഡ് സിലബസ് ആയിരിക്കും നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ടുള്ളത്. ബോർഡ് ബേസ്ഡ് ആയിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് NCERT ഫുള്ളും നമുക്ക് പഠിച്ചു തീർക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈൻ കോച്ചിങ് വഴിയോ അല്ലെങ്കിൽ ട്യൂഷൻ സെൻറ്റേഴ്സ് വഴിയോ അല്ലെങ്കിൽ സ്കൂൾ വഴിയുള്ള ക്ലാസ്സസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം. അവർ പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ സ്ട്രക്ചേർഡായിട്ട് പഠിച്ചു പോവുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതാണ് ബ്രിഡ്ജ് കോഴ്സിൻ്റെ ഇമ്പോർട്ടൻസ്. ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയുന്ന സമയത്ത് SSLC കഴിഞ്ഞിട്ട് +1 കയറുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ പഠിച്ചിരിക്കണം, ആ ഒരു കാര്യം വെക്കേഷൻ ടൈമിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് പറയുന്ന ക്ലാസ്സസ് ആയിരിക്കും ബ്രിഡ്ജ് കോഴ്സസിൽ മെയിലുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ ബ്രിഡ്ജ് കോഴ്സ് കണ്ടിട്ടില്ല, അപ്പോൾ +1 നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതൊന്നും കുഴപ്പമില്ല. ബ്രിഡ്ജ് കോഴ്സ് കണ്ടിട്ടില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ +1 പഠിക്കാനായിട്ട് പറ്റും. +1 ആദ്യം മുതൽ നല്ല രീതിയിൽ പഠിച്ചാൽ തന്നെ ബ്രിഡ്ജ് കോഴ്സ് കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അടുത്തൊരു കാര്യമാണ് ഏത് ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് കുറേ ലാംഗ്വേജ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഹിന്ദി, മലയാളം, അറബിക്, ഉറുദു, ഇങ്ങനെ നിരവധി ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ലാംഗ്വേജ് ഏതാണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. മെജോറിറ്റി ഓഫ് ലാംഗ്വേജും സിമ്പിളായിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, മലയാളം അടക്കം. +1 PCMB എടുത്തു കഴിഞ്ഞാൽ കുടുങ്ങുമോ എന്നുള്ളത് പലവരുടെയും സംശയമായിരിക്കും. അപ്പോൾ ഇതിനുള്ള ഉത്തരം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ സ്ട്രക്ചർഡായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ +1 PCMBയിൽ കുടുങ്ങില്ല. അടുത്തതാണ് ഗൈഡ് വാങ്ങണോ. ഗൈഡ് വാങ്ങണോ എന്നുള്ളത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. നിങ്ങൾ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഓൺ ലെക്ചർ പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഗൈഡ്സിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ NCERT എക്സാമ്പിളൊക്കെ ആൻസർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഒരു ഗൈഡിൽ വരുന്ന ഏകദേശം ഒരു 90% ഗൈഡിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഗൈഡ് വേണോ എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യേണ്ട കാര്യമാണ്. അടുത്താണ് +1 എസെൻഷ്യൽ. +1 എന്തൊക്കെ ആവശ്യമാണ്? അഫ്കോഴ്സ് NCERT ടെക്സ്റ്റ് ആവശ്യമാണ്, നോട്ട്ബുക്സ് ആവശ്യമാണ്. ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു കാൽക്കുലേറ്റർ എന്ന് പറയുന്നത്. കാൽക്കുലേറ്റർ ഉണ്ടായാൽ തന്നെയാണ് ഓരോ ചാപ്റ്ററിലുള്ള പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ് ഇതിനൊക്കെ എന്താവശ്യമാണ്? കാൽക്കുലേറ്റർ ആവശ്യമാണ്. ആൻഡ് ബോർഡ് എക്സാമിന് എന്തായാലും നിങ്ങളൊരു കേരള സിലബസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ എന്തായാലും കാൽക്കുലേറ്റർ അലൗഡ് ആണ്. അതുകൊണ്ട് തന്നെ കാൽക്കുലേറ്റർ മസ്റ്റാണ്, എന്തായാലും വാങ്ങിയിരിക്കണം. ബയോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ്. ഇപ്പം എന്തായാലും നിങ്ങൾ അലോട്ട്മെൻറ്റിന് ഏതാണ് സബ്ജക്റ്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ചിലർ ബയോളജിയും രണ്ടും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ബയോളജിയെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഞാൻ ഓൾ അബൌട്ട് +1 ഞാൻ ആ ഒരു വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20+ ചാപ്റ്റേഴ്സ് ബയോയിൽ തന്നെ പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ബയോളജി പറഞ്ഞാൽ ബോട്ടണി, സുവോളജി 2 സബ്ജക്റ്റ് ആയിരിക്കും. രണ്ടിനും 30 മാർക്സ് വീതം. ടോട്ടലായിട്ട് 60 മാർക്കിനായിരിക്കും നിങ്ങളുടെ ബയോ മാർക്ക് വരാൻ പോകുന്നത്. ആൻഡ് 2 hour ആയിരിക്കും എക്സാം വരിക. അതൊക്കെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ബയോയിൽ നല്ല ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ നീറ്റിന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ എന്തായാലും ബയോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇഫ് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ നോളജ് ആണ്, കോഡിംഗ്, പൈത്തൺ പ്രോഗ്രാമിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ താല്പര്യമുള്ളത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എന്തായാലും നല്ല രീതിയിൽ തന്നെ രണ്ടിലും ഏകദേശം പഠിക്കാനായിട്ട് വരുന്നുണ്ട്. അടുത്താണ് ഓണം എക്സാം മുതൽ പഠിച്ചാൽ മതിയോ? അത് പലവർക്കുള്ള സംശയമായിരിക്കും. ഫസ്റ്റ് തൊട്ട് പഠിക്കണോ, വെക്കേഷൻ തൊട്ട് പഠിക്കണോ, അല്ലെങ്കിൽ ജൂൺ തൊട്ട് പഠിക്കണോ എന്നുള്ളത്. അത് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഓണം എക്സാം തൊട്ട് പഠിച്ചാലൊക്കെ മതിയായിരിക്കും. പക്ഷേ നിങ്ങൾക്കത് പിന്നീട് ഒരു ബേർഡൻ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. കാരണം
ഓണം എക്സാം ആ ഒരു സമയത്ത് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ ഓൾറെഡി NCERT പഠിച്ചു വരുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഓണം എക്സാം സമയം വരെ പഠിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ കുറേ ബാക്ക്ലോഗ്സ് വരും. അപ്പോൾ എന്തായാലും NCERT കവർ ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ നല്ലൊരു ഹെക്റ്റിക് അല്ല ടാസ്ക് ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണം എക്സാം മുതൽ പഠിക്കാതെ നിങ്ങൾ എന്തായാലും ജൂൺ മുതലേ തന്നെ പഠിക്കാനായിട്ട് തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ സിമ്പിളായിട്ട് ഓണം എക്സാം തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ എക്സാമിനും നല്ല രീതിയിൽ മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു, നിങ്ങൾക്കുള്ള കുറേ സംശയങ്ങൾക്കുള്ള ഉത്തരം തന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന 3 കീ പോയിന്റ്സ് ആണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കൺസിസ്റ്റൻസി ഈസ് ഈക്വൽ ടു ഫുൾ മാർക്സ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു, ജൂൺ തൊട്ട് പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ജൂൺ തൊട്ട് പഠിക്കാൻ തുടങ്ങും. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫുൾ മാർക്ക്, ഫുൾ A+ അല്ല, ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആദ്യം മുതലേ പഠിച്ചു തുടങ്ങിയാൽ മതി. NCERT എന്തായാലും ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. വെറുതെ ഫോളോ ചെയ്താൽ പോരാ, കൃത്യമായി പഠിക്കുക, കൃത്യമായി റിവൈസ് ചെയ്യുക. ഇതൊക്കെ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി ടൈം ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ആൻഡ് പ്രോപ്പർ പ്ലാൻ, അതെന്താണ്? കൃത്യമായ രീതിയിൽ ഓരോ എക്സാമിന് മുന്നേയും കൃത്യമായ പ്ലാൻ വെച്ചുകൊണ്ട് പഠിക്കുക. വെറുതെ പ്ലാൻ വെച്ചാൽ പോരാ, നിങ്ങൾ നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യുക ആൻഡ് നല്ല രീതിയിൽ അതിനെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ആദ്യമൊക്കെ കുറച്ചൊരു മടി തോന്നിയിരിക്കും, പിന്നീട് അങ്ങോട്ട് അതൊരു ഡെയിലി റൊട്ടീനായിട്ട് നിങ്ങൾ മാറ്റിക്കൊണ്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് +1 PCMB കുറിച്ചിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ എന്തായാലും അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ, ഡു സബ്സ്ക്രൈബ്. Until then, bye.